വിധിയൊരുക്കിയ പരീക്ഷണങ്ങളെ മനസ്സിലെ വെളിച്ചം കൊണ്ട് നേരിട്ട് വിജയം കൈവരിച്ചിരിക്കുകയാണ് ഇടുക്കി തുടങ്ങനാട് സ്വദേശിനി ജാസ്മിൻ അജി. ജീവിതത്തിലുണ്ടായ വെല്ലുവിളിയെ തോൽപ്പിച്ച് ജാസ്മിൻ തുടങ്ങിയ നെയ്യപ്പം യൂണിറ്റ് ഇന്ന് നാട്ടിൽ വൻ ഹിറ്റാണ്. സ്വന്തമായുള്ള സാമ്പത്തിക നേട്ടം എന്നതിലുപരി ഒരു ഡസനിലേറെ വനിതകൾക്ക് തൊഴിൽ കൊടുക്കുന്ന സംരംഭക കൂടിയാണ് ഇന്ന് ജാസ്മിൻ. മേലുകാവ് മേരിലാൻഡ് സ്വദേശിയായ ജാസ്മിന്റെ കുഞ്ഞിന് സെറിബ്രൽ പാൾസിയായിരുന്നു അസുഖം. ജാസ്മിനും ഭർത്താവും മകനുമായി കയറിറങ്ങാത്ത ആശുപത്രികളില്ല. ഇതിനിടെ വേളാങ്കണ്ണി പള്ളിയിലെത്തിയുള്ള പ്രാർത്ഥനയ്ക്കിടെ കണ്ടുമുട്ടിയ വൈദികനാണ് ജീവിത വേദനകൾ മറക്കാൻ എന്തെങ്കിലും ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന ഉപദേശം ജാസ്മിന് നൽകിയത്. ഇതോടെ നെയ്യപ്പത്തിന് രുചിക്കൂട്ടുകൾ മനസ്സിലാക്കിയെടുത്ത ജാസ്മിൻ നെയ്യപ്പം ഉണ്ടാക്കുകയും ഭർത്താവ് അജി അത് പാക്കറ്റിലാക്കി തന്റെ പലചരക്ക് കടയിൽ വിൽപ്പനയ്ക്കെത്തിക്കുകയും ചെയ്തു. ഇത് 2005-ലായിരുന്നു. പിന്നീട് നെയ്യപ്പം തേടി ആവശ്യക്കാർ എത്തിയതോടെ പൂർണ്ണമായും നെയ്യപ്പ കച്ചവടത്തിലേക്ക് ജാസ്മിൻ തിരിഞ്ഞു. മകൻ അഖിലിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട ആശുപത്രി സന്ദർശനത്തിനിടെ ജാസ്മിനെയും പരിശോധനയ്ക്ക് വിധേയയാക്കി. പക്ഷേ പരിശോധനാ ഫലം ഏറെ നിരാശ നൽകുന്നതായിരുന്നു. ജാസ്മിന്റെ കാഴ്ചയ്ക്ക് തകരാറുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർമാർ സൂചന നൽകി. ഞരമ്പുകളുടെ ബലക്ഷയമാണ് ഇതിന് കാരണമെന്നും ഡോക്ടർമാർ കണ്ടെത്തി. പിന്നീട് കണ്ണുകളുടെ വശങ്ങളിലെ കാഴ്ചകൾ മറഞ്ഞു തുടങ്ങി. ക്രമേണ കാഴ്ച പൂർണ്ണമായി മറഞ്ഞു. വാർദ്ധക്യകാലത്തെ അന്ധതയെന്ന് ഡോക്ടർമാർ പറഞ്ഞത് ജാസ്മിന്റെ കാര്യത്തിൽ നേരത്തെയായി. 2011-ൽ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. എന്നാൽ ഇരുട്ടിനെ പോരാടി തോൽപ്പിച്ച് ജാസ്മിൻ വീട്ടിലെ ജോലികളെല്ലാം തനിയെ ചെയ്തു. ഡോക്ടർമാർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നതിനാൽ കണ്ണടച്ച് ജോലികൾ ചെയ്തുകൊണ്ട് വരാനിരിക്കുന്ന ദുരന്തത്തെ നേരിടാൻ ജാസ്മിൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തിരുന്നു. നമ്മുടെ മനസ്സ് വിഷമിച്ച് കൂടുതലായിട്ട് സങ്കടത്തിലോട്ട് പോകാതിരിക്കാനായിട്ടാണ് അന്ന് അച്ഛൻ അങ്ങനെ പറഞ്ഞു തന്നത്. അതിനുശേഷം ഞങ്ങൾക്ക് അന്ന് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു, നീ എന്നാ ഉണ്ടാക്കേണ്ടത് ചെയ്യേണ്ടതെന്നൊക്കെ. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കിയപ്പോഴാണ് ഹസ്ബൻഡ് അമ്മയൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു, നല്ല നെയ്യപ്പം. പിന്നെ ഒരു പ്രാവശ്യം കൂടെ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾക്കന്ന് സ്വന്തമായിട്ടൊരു കടയുണ്ടായിരുന്നു. അപ്പോൾ അജി എന്നോട് പറഞ്ഞു നമുക്ക് ഇച്ചിരി കടയിൽ വെച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞാണ് ആദ്യമായിട്ട് ഒരു 2 കിലോ അരിയെടുത്ത് അതിന് വേണ്ട സാധനങ്ങളെല്ലാം ചേർത്ത് നെയ്യപ്പം ഉണ്ടാക്കി കടയിൽ വെച്ചു. അപ്പം നമ്മളെ അറിയുന്ന ആളും നമ്മുടെ നാട്ടിലുള്ള കട എന്തൊക്കെ ആയതുകൊണ്ട് ആൾക്കാരെല്ലാം മേടിച്ചു. അപ്പം പിന്നെ അവർ ചോദിക്കാൻ തുടങ്ങി. ഇപ്പോൾ ജാസ്മിന്റെ വീടിനോട് ചേർന്നുള്ള ഫുഡ് പ്രോസസിംഗ് യൂണിറ്റിൽ നിന്നും ദിവസേന ആയിരക്കണക്കിന് നെയ്യപ്പം വിവിധ ജില്ലകളിലേക്ക് കയറി പോകുന്നുണ്ട്. 5 രൂപതകളിലെ പള്ളികളിൽ ഇവിടെ നിർമ്മിക്കുന്ന നെയ്യപ്പമാണ് നേർച്ചയായി നൽകുന്നത്. ഭരണങ്ങാനം, മാന്നാനം, കുറുവിലങ്ങാട് എന്നീ പള്ളികളാണ് ഇതിൽ പ്രധാനം. തിരുനാൾ സീസണിൽ മറ്റു പള്ളികളിൽ നിന്നും ഓർഡറുകൾ എത്തുന്നതോടെ തിരക്കേറും. 12ഓളം വീട്ടമ്മമാരാണ് സ്ഥിരമായി ഇവിടെ ജോലി ചെയ്യുന്നത്. തിരക്കേറിയ സമയങ്ങളിൽ 30ഓളം വനിതകൾ ജോലിക്കെത്തും. ഇവരോടൊപ്പം എല്ലാ ജോലികളും ചെയ്യാൻ ജാസ്മിനും ഉണ്ടാകും. അകക്കണ്ണിൻ കാഴ്ചയിൽ ജീവിത വിജയം കൈവരിച്ച ജാസ്മിനെ പോലെയുള്ളവർ എല്ലാവർക്കും മാതൃകയാണ്. വിധിയെ പഴിച്ച് അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയല്ല വേണ്ടത്, വെല്ലുവിളികളെ അതിജീവിക്കുകയാണ് വേണ്ടതെന്നതാണ് ജാസ്മിന്റെ പക്ഷം. ജനം, ഇടുക്കി.